അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ഭസ്മവും മക്ബറയിൽ നിന്ന് കുറച്ച് മണ്ണും എടുക്കുക. എന്നിട്ട് അത് രണ്ടും കൂടി കൂട്ടിയിട്ട് ദിക്റും സലാത്തും ചൊല്ലിയിരം കൊടുക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് യാസീന്റെ ഖുറാസം വെച്ച് കുത്തിട്ട് പറയാണ് ചങ്ങാതി, ഇത് ഞങ്ങളെ കുടുംബത്തിന് സമ്പാദിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ അവിടെ ഒരു കാര്യം മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ഏത് മക്ബറകളിൽ നേർച്ച കൊടുക്കുന്നുണ്ടെങ്കിലും ഏത് സ്ഥലത്ത് കേസ് കൊടുക്കുന്നെങ്കിലും അതെന്തിന് ചെലവാക്കുന്നു, ആരെടുക്കുന്നു നോക്കിയിട്ടേ മുസ്ലിമീങ്ങൾ കൊടുക്കാവൂ. ഏത് മക്ബറയാലും തിരക്കില്ല, ആര് ചെലവാക്കുന്നു, എന്തിനെടുക്കുന്നു. അപ്പൊ എന്താ വേണ്ടത്? ഒരു മക്ബറ കിടക്കുന്ന ഒരു വലിയനോട് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ആ വലിയന്റെ പേരിൽ ധർമ്മം ചെയ്താൽ അത് സ്നേഹം പ്രകടിപ്പിക്കലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ട് ദർജ വർദ്ധിക്കും, നമുക്ക് ഫലവും കിട്ടും. പക്ഷെ അതെങ്ങനെ ചെലവഴിക്കണം, അവിടെ നമ്മൾ സമീപനം മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ഉദാഹരണം പറഞ്ഞാൽ ഒരു മക്ബറയിൽ നമ്മൾ കൊടുക്കുന്ന സംഖ്യ അല്ലെങ്കിൽ അവിടുത്തെ പെട്ടിയിലിടുന്ന സംഖ്യ അത് തെറ്റായ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കപ്പെടുന്നു കണ്ടാൽ അവിടെ നമ്മൾ സംഖ്യ കൊടുക്കാൻ പാടില്ല. നമ്മൾ എന്ത് വേണം? ആ മഹാന്റെ പേരിൽ നേർച്ചയാക്കുമ്പോൾ തന്നെ നല്ല കാര്യത്തിന് നേർച്ചയാക്കണം. നമ്മളെ നാട്ടിലെ മദ്രസയിൽ ഉസ്താദ്മാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി ബദരീങ്ങളുടെ പേരിൽ 1000 റുപ്യ ഞാൻ കൊടുക്കും, അല്ലെ അജ്മീർ ശേഖിന്റെ പേരിൽ 1000 റുപ്യ ഞാൻ കൊടുക്കും, അല്ലെങ്കിൽ മമ്പർത്തെ തങ്ങളുടെ പേരിൽ സിറാജുലേക്ക് ഒരു ചാക്ക് അരി വാങ്ങിക്കൊടുക്കും, അല്ലെ മർക്കസിലേക്ക് 2 ചാക്ക് അരി വാങ്ങിക്കൊടുക്കും, അല്ലെ മക്കറിലേക്ക് ഞാൻ ഒരു ചാക്ക് മൈദ വാങ്ങിക്കൊടുക്കും. ഈ രൂപത്തിൽ മഹാന്മാരുടെ പേരിൽ നിങ്ങൾ ധർമ്മം നേർച്ചയായിക്കോളൂ എന്നാ വലിയ ഫലത്തിലായി. നേരെ മറിച്ച് ആ മഖ്ബറയിൽ കൊടുക്കുന്ന സംഖ്യ ചെലവഴിക്കുന്ന തെറ്റായ വിഷയങ്ങളിലും ഇതുപോലെ അമ്പലത്തിലെ ഭസ്മവും അതുപോലെ തന്നെ മഖ്ബറയിലെ മണ്ണും കൂട്ടിയിട്ട് വിതരണം ചെയ്തിട്ട് സലാത്തും ചൊല്ലി വിതരണം ചെയ്യുന്ന കമ്പനികൾ കൊണ്ടുപോയി തിന്നുകയാണെങ്കിൽ അവിടത്തേക്ക് സംഖ്യ കൊണ്ടുപോയി ഇടുന്നത് മുസ്ലിം ഉമ്മത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഒരിക്കലും പണ്ഡിതന്മാർ അതിന് ഉത്തരവാദികളല്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഈ മഖ്ബറക്ക് എന്തോ ഒരു പേരുണ്ടായി, എന്നാ ഹാജി മലങ്കശ ഹാജി മലങ്കശ എന്തോ ഒരു പേര് പറഞ്ഞു, ഞാൻ മറന്നുപോയി. സുബ്ഹാനല്ലാഹ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ചില മക്ബറയിൽ ചില തോന്നിയാസികൾ പോയിട്ട് എന്തെല്ലാം പണിയെടുക്കുന്നത്, ചിലർ തവാഫ് ചെയ്യാം. അങ്ങനെ ഇസ്ലാമിൽ പാടുണ്ടോ? പാടില്ല. വേറെ ചില ആളുകൾ എന്താ ചെയ്യുന്നത്? മക്ബറയിൽ പോയിട്ട് ശയന പ്രദക്ഷിണം, കിടന്നുരുളുക. ആരാ ഇത് പറഞ്ഞത് ഇങ്ങനെ ചെയ്യാൻ? മക്ബറയിൽ എന്ത് ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഇമാമിങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മക്ബറയിൽ ചെന്നാൽ മക്ബറയിലുള്ള മഹാന്മാരെ വിളിച്ച് സലാം പറയണം. വിളിക്കരുത് എന്ന് മുജാഹിദ് ജമാഅത്തുകാർ പറഞ്ഞത് അത് ഇസ്ലാമല്ല. അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ. ഇവിടെ കിടക്കുന്ന മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളുമായ ഖബറാളികളെ അസ്സലാമു അലൈക്കും വിളിച്ചിട്ട് സലാം പറയണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഖബറിലുള്ളവരെ വിളിക്കരുത് എന്നുള്ളത് അത് ഇവരുണ്ടാക്കിയ മതാണ്, ഇസ്ലാമല്ല. അല്ലാഹു റസൂൽ പറഞ്ഞു വിളിച്ചിട്ട് സലാം പറയണം. പിന്നെ സലാം ചൊല്ലിയതിനു ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? ദുആക്ക് ഉത്തരം കിട്ടാനുള്ള വഴിയാണ് ഫാത്തിഹ ഓതൽ, സൂറത്തുൽ ഫാത്തിഹ ഓതുക. മാത്രമല്ല ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മക്ബറയിൽ എത്രത്തോളം നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ കഴിഞ്ഞോ അത്രയും പുണ്യമാണ്. അത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഇമാം നവവി റളിയല്ലാഹു അൻഹു ശർഹുൽ മദ്ഹബിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം മഖ്ബറയിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങാനും ദുആക്ക് ഉത്തരം കിട്ടാനുള്ള കാരണമാണ് ഖുർആൻ ഓത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിൽ വെച്ച് ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. ബാബു മൗഇദത്തിൽ മുഹദ്ദിസിൻ ദൽ ഖബരി വഖൂദി അസ്ഹാബിഹി ഹൗലഹു. ബുഖാരിയിൽ ഒരു അധ്യായമാണ് ഖബറിന്റെ അടുക്കൽ വഅദ് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഖ്ബറയുടെ സമീപത്ത് വഅദ് പറയാം. അതുപോലെ തന്നെ അവിടെ വെച്ച് നമുക്ക് വേണ്ടിയും ഖബറാലിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാക്കും പ്രാർത്ഥിച്ചിട്ടുണ്ട്. നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. നിങ്ങൾക്ക് വല്ല സുഖം തരട്ടെ, ഞങ്ങൾക്ക് വല്ല സുഖം തരട്ടെ. ഞാൻ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ തുടങ്ങിയിട്ട് നല്ല കാര്യങ്ങളാ ചെയ്യേണ്ടത്. മരിച്ച മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുക വളരെ നല്ലതാ, അതിന്റെ പേരിൽ മറ്റു നല്ല കാര്യങ്ങൾ ചെയ്യുക. നേരെ മറിച്ച് മഖ്ബറകളിൽ പോയിട്ട് ശയനം നടത്തുക, ഒരു ശയനം നടത്തുന്ന പോലെ കാണിച്ചു കൊടുത്താൽ കിടന്നുരുല്ല മഖ്ബറയിൽ. ചെയ്യുന്ന മുസ്ലിമോ നമുക്കറിയില്ല, അതൊന്നും നമ്മൾ ഉത്തരവാദിയല്ല, നമ്മളുടെ അതിന്റെ ആളുകളുമല്ല. നമ്മൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതുവരെ? നമ്മൾ പണ്ഡിതന്മാരാരോ ചെയ്തിട്ടുണ്ടോ? ശയന പ്രദക്ഷിണം അതാണ് നിങ്ങളാ കാണുന്നത്. ഉറച്ച സുന്നിയായിക്കൊണ്ട് സുജൂദ് ചെയ്താലും തവാഫ് ചെയ്താലും അതേപോലെ പ്രാർത്ഥിച്ചാലും പൂവുമായി പോയാലും ഉത്സവച്ചായയുടെ കബറിനെ കണ്ടാലും ശയനപ്രദക്ഷിണം നടത്തിയാലും അതൊന്നും ഒരു കുറ്റമില്ല. അതൊക്കെ യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തേ ആകൂ. ഇസുദ്ദീൻ സഖാഫി അൽ കാമിലിയുടെ ലേഖനം വായിച്ച് ആളുകളാണ് ഉറക്കാണ്. എന്തിനും പച്ചക്കള്ളം പറയാൻ ഇസുദ്ദീൻ സഖാഫിന്റെ ലേഖനത്തിലുണ്ട് അങ്ങനെ മുജാഹിദിന്റെ പച്ചക്കള്ളം. എന്നിട്ടോ അത് നടക്കുന്നത് എവിടെയാ? വടക്കേ ഇന്ത്യയിൽ അജ്മീറിലാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അതുപോലത്തെ സ്ഥലത്താണ്. അജ്മീറിൽ എങ്ങനെ മലയാളത്തിലെ ബുക്ക് വായിച്ചിട്ട് ഒറ്റ പണിയെടുക്കുക? മൗലൈമാര് പറയുമ്പോൾ കുറച്ച് ആലോചിക്കണ്ടേ? മലയാളത്തിലുള്ള ബുക്ക് വായിച്ചിട്ടാലും വടക്കേ ഇന്ത്യയിലുള്ള ഒരാൾ അവിടെ പോയി